എന്തുകൊണ്ടാണ് സാധിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഹൈലി റേറ്റഡ് പ്രോഗ്രാംസിൽ തന്നെ ജോയിൻ ചെയ്യണം എന്ന് ഞാൻ ശഠിക്കുന്നതിൻ്റെ റീസൺസ്. എന്നാൽ നമ്മുടെ ഈ ബ്രെയിനിനെ നമ്മുടെ സമ്മതമില്ലാതെ തന്നെ മറ്റൊരാൾക്ക് നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിലേക്കും പരാജയത്തിലേക്കും എത്തിക്കാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും? നമുക്കൊരു ലോ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത ഒരു കുട്ടിയുടെ ജീവിതം നമുക്കൊന്ന് സാമാന്യ ഒരു ബോധത്തോടു കൂടി ഒന്ന് നോക്കി കാണാം. അവിടെ സ്റ്റുഡൻ്റ് പ്രൊഫൈലിനോ അവരുടെ ബാക്ക്ഗ്രൗണ്ടിനോ ഒന്നും തന്നെ വലിയ പ്രാധാന്യമില്ല. ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നതുകൊണ്ട് ടോപ്പ് 5 ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് സാർ ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ് മാത്രം സജസ്റ്റ് ചെയ്യുന്നത്? എന്താ ലോ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി പോകുന്ന സ്റ്റുഡൻസ് ഒന്നും രക്ഷപ്പെടാറില്ലേ? എന്നോട് ഒട്ടനവധി സ്റ്റുഡൻസ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോസിൻ്റെ താഴെ കമൻ്റായിട്ടും പേഴ്സണലി വാട്സപ്പിലും അതുപോലെ തന്നെ ഡയറക്റ്റ്ലി കോൾ ചെയ്തും ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസും പേരൻസും ചോദിച്ചൊരു ചോദ്യമാണിത്. അപ്പോൾ ഈ ചോദ്യത്തെ ഞാൻ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തിട്ട് എൻ്റെ ആൻസർ തരാൻ ആഗ്രഹിക്കുന്നു. ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ് മാത്രമല്ല, വേൾഡിലത്തെ തന്നെ ഏറ്റവും ഹൈലി റേറ്റഡ് പ്രോഗ്രാംസിന് തന്നെ സാധിക്കുന്നതിൽ ഏറ്റവും ഹൈലി റേറ്റഡ് പ്രോഗ്രാംസിന് തന്നെ പോകാവുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺസ് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാകുന്നതാണ്. മുൻപോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനലിൽ നിങ്ങളൊരു ഫസ്റ്റ് ടൈം വിസിറ്റർ ആണെങ്കിൽ താങ്ക്സ് ഫോർ ട്യൂണിങ് ഇൻ ആൻഡ് യു ക്യാൻ ടേക്ക് എ പോസ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ റൈറ്റ് നൗ. ഇനി നിങ്ങൾ ഈ ചാനൽ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് ഒരു മെമ്പർ ആണെങ്കിൽ താങ്ക്സ് വൺസ് അഗെയിൻ ഫോർ കമ്മിങ് ബാക്ക് ടു ദിസ് ചാനൽ. എന്തുകൊണ്ടാണ് സാധിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഹൈലി റേറ്റഡ് പ്രോഗ്രാംസിൽ തന്നെ ജോയിൻ ചെയ്യണം എന്ന് ഞാൻ ശഠിക്കുന്നതിൻ്റെ റീസൺസ് സയൻറ്റിഫിക് ആയിട്ട് തന്നെ കുറച്ച് മനഃശാസ്ത്രം ഉപയോഗിച്ച് എന്നെക്കൊണ്ട് കഴിയുന്നതിൽ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ജീവിത വിജയങ്ങളും നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ തന്നെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവയവം ബ്രെയിൻ ആണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ല എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ നമ്മുടെ ഈ ബ്രെയിനിനെ നമ്മുടെ സമ്മതമില്ലാതെ തന്നെ മറ്റൊരാൾക്ക് നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിലേക്കും പരാജയത്തിലേക്കും എത്തിക്കാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും? എന്നാൽ മോഡേൺ മനഃശാസ്ത്രം പറയുന്നു അത് പോസിബിളെന്ന് മാത്രമല്ല, അത് മാരകമായിട്ട് പോസിബിൾ ആണെന്ന്. ഇത് ലളിതമാക്കി മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഒരുമിച്ച് ഒരു യാത്ര പോവുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഫോണിൽ ബാറ്ററി ഇല്ല, വണ്ടിയിലെ മ്യൂസിക് സിസ്റ്റം വർക്കിങ്ങും അല്ല എന്ന് കരുതുക. ഇനി വർക്കിംഗ് ആണെങ്കിൽ പോലും അതിൽ നമുക്ക് സന്തോഷപ്രദമായിട്ടുള്ളതും നമുക്ക് എൻജോയിങ് ആയിട്ടുള്ള മ്യൂസിക്കോ കാര്യങ്ങളോ അതിൽ നിന്ന് കിട്ടുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്ന് കരുതുക. നമ്മൾ യാത്ര പോകുന്നത് കാറിലാണ്. കോട്ടയത്ത് നിന്നും കോയമ്പത്തൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ഏകദേശം 6 മണിക്കൂർ എന്തായാലും ജേർണിയുള്ള ഒരു യാത്രയാണ്. സോ ഈ യാത്രയുടെ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ഞാൻ മൂളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അത്ര പാട്ട് പാടാൻ പ്രഗത്ഭനായിട്ടൊരു വ്യക്തിയല്ല, പക്ഷേ നമ്മളെല്ലാവരും ബാത്റൂം സിംഗേഴ്സാണ്. അങ്ങനെ ഞാനിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. കൺമണി അൻപോട് കാതലേ, ഇത് വീണ്ടും കൺമണി അൻപോട് കാതലേ നാ. ഇച്ചിരി കഴിഞ്ഞ് വീണ്ടും കൺമണി അൻപോട് കാതലേ. ഇങ്ങനെ തന്നെയും പിന്നെയും ഞാനിതിങ്ങനെ മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തുന്നു, ഇടയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തുന്നു. അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാനിത് മൂളിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനി നിങ്ങൾ സത്യസന്ധമായിട്ടൊന്ന് പറയുക, ഒരു 10-20 തവണ ഇങ്ങനെ എൻ്റെ മൂളൽ കേട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ നാവിൽ ഈ മൂളിപ്പാട്ട് വരില്ലേ? നിങ്ങൾ എത്ര റെസിസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരി, നിങ്ങളുടെ നാവിൽ ഇപ്പോൾ തന്നെ അത് വന്നിട്ടുണ്ടാവും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. എൻ്റെ നാവിൽ നിന്ന് കേട്ടത് നിങ്ങളുടെ ചെവിയുടെ ഡയഫ്രത്തിലൂടെ കയറി നിങ്ങളുടെ ബ്രെയിനിലെത്തി, അത് നിങ്ങളുടെ നാവിലേക്ക് എത്തിയിരിക്കും. അത് നിങ്ങൾ വേണ്ടെന്ന് വിചാരിച്ചാലും എത്തിയിരിക്കും. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഫിൽറ്ററുകളില്ല. മൈൻഡ് പവറിൻ്റെ ബുക്സ് വായിച്ചിട്ടുള്ളവർക്കറിയാം, സബ് കോൺഷ്യസ് മൈൻഡ് എന്തു അപ്പാടെ സ്വീകരിക്കുന്നതാണ്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ അറിവോ സമ്മതമോ ഇല്ലാതെ
ആർക്ക് വേണമെങ്കിലും നമ്മുടെ ബ്രെയിനെ ഹാക്ക് ചെയ്യാം. ഇത് കേൾവി എന്ന് പറഞ്ഞ ഒരൊറ്റ സെൻസ് ഓർഗൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന 2 സെൻസ് ഓർഗൻസും കൂടി ഉണ്ട്. ഒന്ന് വിഷ്വൽ, നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം തന്നെ നമ്മുടെ ബ്രെയിനിനെ അതുപോലെ സ്വാധീനിക്കുന്നുണ്ട്. മൂന്നാമത് ടച്ച്, കിനസ്തെറ്റിക് എന്ന് പറയും. ഇതും നമ്മളെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ കേൾവിയിൽ നിന്ന് മാത്രം, ഓഡിറ്ററി മാത്രം നമ്മളെ ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാമെങ്കിൽ ഇത് 3ഉം കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു 80% നമ്മുടെ സാഹചര്യങ്ങളും സിറ്റുവേഷൻസും നമ്മുടെ ചുറ്റുപാടും ആണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് 0.1% പോലും സംശയം ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ മനഃശാസ്ത്രം ഉപയോഗിച്ച് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നേ വരെ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഓരോ ദിവസവും നമ്മൾ പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നും കൂടെ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഇപ്പം ബൈക്കോ കാറോ ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ എന്നും ഗിയർ ഫസ്റ്റേലോട്ട് ഇങ്ങനെ ഇടണം, ക്ലച്ച് അമർത്തി പിടിച്ച് വേണം, ആക്സിലറേറ്ററിൽ നിന്ന് റിലീസ് ചെയ്യണം, ഇങ്ങനെ ബോധപൂർവ്വം ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചാണോ ചെയ്യുന്നത്? ഒരിക്കലും ആവില്ല. പഠിക്കുന്ന സമയത്ത് അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ദെൻ ഇത് നമ്മൾ പരിശീലിച്ച് കഴിയുമ്പോൾ തന്നെയും പിന്നെയും പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ എന്തു പറ്റും? നമ്മുടെ ബ്രെയിനിൻ്റെ ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ ഒരു പ്രവർത്തനം അങ്ങോട്ട് ആരംഭിക്കും. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറക്കം തൂങ്ങിയിരിക്കുകയാണെങ്കിലും, ഇപ്പം മദ്യപിച്ച് വണ്ടി ഓടിക്കരുതെന്നാണ്, ബട്ട് വണ്ടി മദ്യപിച്ച് അത്രയും മതോന്മത്തനായിട്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും ചിലർ വണ്ടി ഓടിക്കുന്നതിൻ്റെ കാരണം സ്വബോധമില്ലായിരിക്കും, പക്ഷേ അവരുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡാണ് അവരെ ഡ്രൈവ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇനി ഞാൻ ഈ പറഞ്ഞതുമായിട്ടൊന്ന് വിലയിരുത്തുക. നമ്മളെ സ്വാധീനിക്കുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും. ഇത് നമ്മൾ കണ്ടും കേട്ടും സ്പർശിച്ചും എല്ലാ രീതിയിലും അനുഭവപ്പെട്ട് ഇതായി മാറും നമ്മുടെ ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ. ഇത് നമ്മുടെ ജയപരാജയങ്ങളെ ഇൻഡയറക്ട്ലി അല്ല ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. നമുക്കൊരു ലോ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത ഒരു കുട്ടിയുടെ ജീവിതം നമുക്കൊന്ന് സാമാന്യ ഒരു ബോധത്തോടു കൂടി ഒന്ന് നോക്കിക്കാണാം. ഒരു ലോ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന 100 സ്റ്റുഡൻ്റ് ഉണ്ടോ 95 പേർക്കും അഡ്മിഷൻ കൊടുക്കും. അവിടെ സ്റ്റുഡൻ്റ് പ്രൊഫൈലിനോ അവരുടെ ബാക്ക്ഗ്രൗണ്ടിനോ ഒന്നും തന്നെ വലിയ പ്രാധാന്യമില്ല. സോ ഇങ്ങനെ ക്ലാസ്സിൽ ഒരു 100 പിള്ളേരുണ്ടെങ്കിൽ ഇവരുടെ കൂടെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്, ഇവരുടെ കൂടെ ആയിരിക്കും നമ്മൾ റൂം ഷെയർ ചെയ്യുന്നത്. അവിടെ ഉണ്ടാകുന്ന കൂടുതൽ ചർച്ചകൾ ആവറേജ് ലോ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയാണ്. അവിടുത്തെ പ്രൊഫസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള സ്റ്റുഡൻസിനെ തന്നെ പഠിപ്പിച്ച് അവരുടെ മൈൻഡും ആ ഒരു രീതിയിലായിട്ടുണ്ടാകും. അപ്പോൾ ഈ സ്റ്റുഡൻസ് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ, എങ്ങനെയാണ് ഒരു പാർട്ട് ടൈം ജോബ് നേടിയെടുക്കാൻ പറ്റുമോ, എനിക്ക് അധികം ഒന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത്യാവശ്യം ജീവിതച്ചെലവ് ഒന്ന് മീറ്റ് ചെയ്യണം, ഈ ലോണൊക്കെ ഒന്ന് അടച്ചു തീർക്കണം, എങ്ങനെ അസൈൻമെൻറ്റ് സാറിനെ പറ്റിച്ച് വെക്കാം, അല്ലെങ്കിൽ എങ്ങനെ വേറെ എവിടെയെങ്കിലും പൈസ കൊടുത്തിട്ടാണല്ലോ അസൈൻമെൻറ്റ് വല്ലതും വെക്കാം, ക്ലാസ്സിൽ കയറാണ്ട് അല്ല അറ്റൻഡൻസ് ഇല്ലാണ്ടാണല്ലോ എങ്ങനെ പാസ്സാവാം, ഉള്ള സമയത്ത് 4 കാശ് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ നോക്കാം എന്നല്ലാതെ ലോങ് ടൈമിൽ നല്ലൊരു കരിയറിൽ നല്ലൊരു ജോബിൽ ലാൻഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ആത്മാർത്ഥമായിട്ടുള്ള ഡിസ്കഷൻസ് ഈ പറഞ്ഞ ഒരു ലോ റാങ്ക്ഡ് കമ്മ്യൂണിറ്റിയിൽ വളരെ കുറവായിരിക്കും. കാരണം ഞാൻ പേഴ്സണലി ലോ റാങ്ക്ഡും മിഡ് റാങ്ക്ഡും ഹൈ റാങ്ക്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സ്കൂൾ ലെവൽ തൊട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഈ ഓരോ കമ്മ്യൂണിറ്റി നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഇവരുടെ സംഭാഷണം മൊത്തത്തിൽ ഡിഫറെൻ്റ് ആണ്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, വി ആർ ദി ആവറേജ് ഓഫ് 5 പീപ്പിൾ വി കോമൺലി ഗെറ്റ് ഇൻ ടച്ച് വിത്ത്. നമ്മുടെ സംഭാഷണങ്ങൾ നമ്മൾ ആയിത്തീരുന്നു. സോ നമ്മുടെ 5 കൂട്ടുകാർ സർവൈവലിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നെങ്കിൽ നമ്മളും സർവൈവലിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. നമുക്ക് സക്സസ്, നല്ലൊരു ജോബിലെത്തണം, അവിടുന്ന് വർക്ക് പെർമിറ്റ് വിസ കയറണം, എന്നിട്ട് PR പോകണം എന്നുള്ള ചിന്തകൾ ഈ 4 അല്ലെ 5 പേര് ഏറ്റവും കൂടുതൽ എന്താണോ പറയുന്നത് അത് തന്നെയായിരിക്കും നമ്മുടെ ചിന്തകളിലേക്കും വരിക. അവർ പറയുകയാണ് ജോലി കിട്ടാൻ പാടാണ്, ഫുൾ ടൈം ജോബൊക്കെ അതുപോലെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കിട്ടത്തുള്ളൂ, നമുക്കൊന്നും കിട്ടത്തില്ല. അത് തന്നെ ആയിട്ട് മാറും നമ്മുടെ സത്യവും. ഇനി ഇതേപോലെ തന്നെ ഒരു ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി ഒന്ന് സങ്കല്പിച്ച് നോക്കുക. അവിടെ അപ്ലൈ ചെയ്യുന്ന 100 പേരുണ്ടെങ്കിൽ 50 പേരിൽ താഴെ മാത്രമേ അവർ അഡ്മിഷൻ കൊടുക്കുകയുള്ളൂ. കാരണം അവർക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്
അവരുടെ ബ്രാൻഡ് അംബാസിഡർ ആകാൻ പോകുന്ന സ്റ്റുഡൻസാണ്. അവർക്കൊരു മിനിമം ക്വാളിഫിക്കേഷൻ, എലിജിബിലിറ്റി അല്ല, മിനിമം ക്വാളിഫിക്കേഷൻ അവർക്ക് മസ്റ്റാണ്. അത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ മാത്രമല്ല, ബാക്കിയുള്ള കാര്യങ്ങളും അവർക്ക് വേണമെന്നുള്ളത് മാൻഡേറ്ററി ആണ്. അതുകൊണ്ട് തന്നെ അവർ പലവിധങ്ങളായിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റോ ഇൻ്റർവ്യൂവോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ ഇവാലുവേഷനോ കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഒരു സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്യുക. അങ്ങനെ ഫിൽട്ടർ ചെയ്ത്, അതായത് അരിച്ച് വരുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു 100 സ്റ്റുഡൻസ് ഒന്നിച്ചൊരു ക്ലാസ്സിൽ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സംഭാഷണങ്ങൾ കൂടുതലായിട്ടും സർവൈവലിനെ കുറിച്ചായിരിക്കത്തില്ല. എനിക്കെങ്ങനെ, ഇപ്പം മാനേജ്മെൻറ്റ് സെഗ്മെൻറ്റിലാണെങ്കിൽ എനിക്കെങ്ങനെ മെക്കൻസി, ബെയിൻ അങ്ങനെയുള്ള കമ്പനീസിൽ ജോലി നേടാം. ഇനിയിപ്പോൾ ടെക് ആണെങ്കിൽ മെറ്റൽ എങ്ങനെയാണെന്ന് ഒന്ന് നല്ല രീതിയിൽ പ്ലേസ്ഡ് ആവാൻ വേണ്ടി പറ്റുക. അവിടുത്തെ ഹയസ്റ്റ് പാക്കേജ് പോയിരിക്കുന്നത് ഇന്ന റേഞ്ചിലാണ്, ഒരു മീഡിയമെങ്കിലും ഇങ്ങനെയാണ് പോയേക്കുന്നത്, ലോവസ്റ്റ് ഇന്ന റേഞ്ചിലാണ് പോയേക്കുന്നത്. സോ നമുക്കൊരു ആവറേജ് പാക്കേജ് എന്തായാലും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അവിടുത്തെ പ്രൊഫസേഴ്സ് ആണെങ്കിലും ഇതേപോലുള്ള സ്റ്റുഡൻസിനെ ഡീൽ ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ള പ്രൊഫസേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർ അങ്ങനെയുള്ള കേസ് സ്റ്റഡീസും ഇനി ആ പ്രൊഫസേഴ്സ് തന്നെ അത്ര എക്സ്പീരിയൻസും ആയിരിക്കും. ആ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിക്കാൻ ഒരു അവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻസും വേറെ ലെവലായിരിക്കും. സോ അവരുടെ തിങ്കിങ് കേപ്പബിലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. മറ്റേ ലോ റാങ്ക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സ് തന്നെയാണ്, പക്ഷേ ഇത് ആനയാടും പോലുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഹൈ റാങ്ക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സ് പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ അവർ പല കമ്പനീസിൻ്റെയും കൺസൾട്ടൻസ് ആയിരിക്കും. ഒരു അക്കാഡമിക്കലി മാത്രമായിരിക്കത്തില്ല, റിയൽ ലൈഫ് പ്രാക്ടിക്കലി ഒരു റിയൽ ഓർഗനൈസേഷൻസിൽ ഇവർക്കെല്ലാം മിക്കവാറും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഞാൻ റീസെൻ്റ്ലി പരിചയപ്പെട്ട ഒരു സ്റ്റുഡൻറ്റ് ജർമ്മനിയിലെ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലെ റിയൽ ടൈം സിറ്റുവേഷൻ പറഞ്ഞാണ്. അവിടെ ഒരു പ്രൊഫസർ ആവണമെന്നുണ്ടെങ്കിൽ 10 വർഷമെങ്കിലും ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. സോ ഇങ്ങനെയുള്ള റിയൽ ടൈം എക്സ്പീരിയൻസ് കിട്ടി വരുന്ന പ്രൊഫസേഴ്സ് അവരുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ആ രീതിയിലുള്ളതായിരിക്കും. ഇനി ഓരോ പ്രോബ്ലംസ് ആണെന്ന് പറഞ്ഞാലും റെസഷൻ ആവുന്നു, നമുക്ക് എങ്ങനെ ഈ റെസഷനെ ഓവർകം ചെയ്യാം, അപ്പോഴേ ഒരു ലക്ഷ്യം മാറ്റത്തില്ല. ഇനി അതുപോലെ തന്നെ അവിടെ പഠിച്ചിറങ്ങിയ അലൂമിനീസ്, കാരണം വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ജോബ്സ് കിട്ടുന്നത് നെറ്റ്വർക്കിങ്ങിലൂടെയാണ്. ഞാൻ എൻ്റെ വെബിനാർസിലും എല്ലാത്തിനും എടുത്ത് പറയാറുണ്ട്, നമ്മുടെ ഇന്ത്യയിലാണ് ഈ പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞ ഒരു സിദ്ധാന്തം ഉള്ളത്. വിദേശത്ത് യൂണിവേഴ്സിറ്റീസ് അല്ലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിക്സ് ഇമ്പാർട്ട് ചെയ്യാനുള്ളതാണ്. യൂണിവേഴ്സിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി അല്ല ഒരു ജോലി കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത്. പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ ഒരു ജോലി കണ്ടെത്താനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കും. അത് യൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് മാത്രമേ അതിന് എത്തിച്ചേരാൻ വേണ്ടി പറ്റുകയുള്ളൂ. മിക്കവാറും സ്റ്റുഡൻസ് ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കഴിഞ്ഞാലും ഒരു ഇന്ത്യൻ ശരാശരി മൈൻഡ് സെറ്റായിട്ട് പോകുന്നവർക്ക് ഈ ഫെസിലിറ്റീസ് കാണാൻ പോലും സാധിച്ചെന്ന് വരത്തില്ല, കേൾക്കാൻ പോലും സാധിച്ചെന്ന് വരത്തില്ല. അപ്പം ഞാൻ വീണ്ടും സബ്ജക്റ്റ് തുടരട്ടെ. അപ്പോൾ ഈ ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസിലെ അലൂമിനീസ് ഓൾറെഡി ടോപ്പ് കമ്പനീസിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഈ യൂണിവേഴ്സിറ്റിയുടെ അലൂമിനി കണക്റ്റ് പ്രോഗ്രാംസും അലൂമിനി പോർട്ടൽസും ഇനി ലിങ്ക്ഡിൻ പോലുള്ള നെറ്റ്വർക്കിംഗ് പോർട്ടൽസ് വഴിയാണെങ്കിലും ഇവർ ഹൈലി വൈബ്രൻ്റ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. സോ ഇവർ ഈ ജൂനിയേഴ്സുമായിട്ടും ലിങ്ക് ചെയ്യാൻ ഒരു മടിയില്ലാത്തവരായിരിക്കും. കാരണം ഈ പ്ലേസ്ഡ് ആയവരെ അവരുടെ സീനിയേഴ്സും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിലത്തെ ഒരു കഴിഞ്ഞ വർഷം നടന്ന ഒരു എക്സാമ്പിളും പറയാം. IIT മുംബൈ നമുക്കറിയാം ഇന്ത്യയിലത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എന്നാൽ കഴിഞ്ഞ വർഷം ലോകം മൊത്തം ഒരു മാന്ദ്യത്തിലൂടെ, ചെറുതായിട്ടൊരു മാന്ദ്യത്തിലൂടെ കടന്നു പോയപ്പോൾ IIT മുംബൈയിൽ നിന്നും വേണ്ട രീതിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടാത്ത ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. സോ ഇവരെ ആ സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നത് ഇവരുടെ പ്രീവിയസ് അലൂമിനീസ് ആയിരുന്നു, സീനിയേഴ്സ് ആയിരുന്നു. സോ ഈ അലൂമിനിയുടെ സഹായത്തോടു കൂടിയാണ് ഈ 2024 ബാച്ചിലെ ഒത്തിരി സ്റ്റുഡൻസിന്, കാരണം ഒരു മിനിമം പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. IIT മുംബൈ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മിനിമം പാക്കേജ് ഇല്ലാത്ത കമ്പനീസിനെ അവർ വെൽക്കം ചെയ്യത്തുപോലുമില്ല. സോ അങ്ങനെ ആ മിനിമം പാക്കേജ് ഉറപ്പ് വരുത്തി നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടിക്കാൻ ഈ അലൂമിനീസാണ് അവിടെ ഹെൽപ്പ് ചെയ്തത്. നൗ നിങ്ങൾ ഇനി ഒന്ന് ചിന്തിച്ച് നോക്കുക, അങ്ങനെ ഉള്ളൊരു ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന ഈ അഡ്വാൻറ്റേജസ് എന്തെങ്കിലും ഒരു ലോ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻറ്റിന് കിട്ടുന്നുണ്ടോ? സോ ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് 100% എവിഡൻ്റ് ആയിട്ടുണ്ടായിരിക്കും എന്താണ് ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ പ്രാക്ടിക്കലി ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നതുകൊണ്ട് ടോപ്പ് 5 ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്.
ROI. നമ്മളൊരു നിശ്ചിത എമൗണ്ട് മുടക്കിയാണ് വിദേശത്ത് ഹയർ എഡ്യൂക്കേഷന് പോകുന്നത്. സോ അതിൻ്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര നാളിനുള്ളിൽ കിട്ടുന്നു, അതാണ് ഫോറിൻ എഡ്യൂക്കേഷനൂടെ ROI എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ എക്സാമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നത് ഫ്രാൻസിലെ തന്നെ ടോപ്പ് ബി സ്കൂളായിട്ടുള്ള ഇൻസിയാഡാണ്. ഇൻസിയാഡിലെ MBAയുടെ ആവറേജ് ഫീസ് 2025 വരുന്നത് ഏകദേശം 1,03,500 euro സംതിങ് ആണ്. എന്നാൽ അവിടുത്തെ ആവറേജ് MBA ഗ്രാജുവേറ്റിൻ്റെ സാലറീസ് വരുന്നത് ഓവർ $1,12,000 ആണ്. സോ ട്യൂഷൻ ഫീസ് കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞാൽ പോലും ഒറ്റ വർഷത്തിനുള്ളിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കിട്ടുന്നത്. എന്നാൽ നോർമലി ഫ്രാൻസിലെ സാധാരണ ഒരു Tier 2 Tier 3 ബിസിനസ് സ്കൂൾസിൽ പഠിച്ച ഒരു സ്റ്റുഡൻറ്റിന് ആവറേജ് സാലറി അബവ് ഒരു 32,000 euros ആയിരിക്കും വരുന്നത്. Tier 2 താഴോട്ടുള്ളവരുടെ കാര്യം ഞാൻ പറയേണ്ടതുമില്ലല്ലോ. അപ്പം Tier 2 താഴോട്ടുള്ളവരാണെങ്കിലും അവരൊരു പക്ഷേ ചിലപ്പം ഈ 30,000 euros അല്ലെങ്കിൽ 20,000 euros മുടക്കിയായിരിക്കും പഠിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ സ്റ്റുഡൻറ്റിന് കിട്ടുന്ന അഡ്വാൻറ്റേജ് ഈ ജന്മത്തിൽ അവർക്ക് സ്വപ്നം കാണാൻ വേണ്ടി പറ്റുമോ? റീസൺ നമ്പർ 2, ഗ്ലോബൽ റെക്കഗ്നീഷൻ ആൻഡ് എംപ്ലോയി പ്രിഫറൻസസ്. അതായത് എംപ്ലോയീസ് എങ്ങനെയുള്ള സ്റ്റുഡൻസിനെയാണ് ഹയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഒരു സർവേ QS നടത്തുകയുണ്ടായി. അതിൽ നിന്ന് വ്യക്തമായതാണ് 85% ഇൻ്റർനാഷണൽ റിക്രൂട്ടേഴ്സും ടോപ്പ് റാങ്ക്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും അതുപോലെ ഹൈലി റേറ്റഡ് പ്രോഗ്രാംസിൽ നിന്നുള്ള സ്റ്റുഡൻസിനെയാണ് പിക്ക് ചെയ്യാൻ അവർ മെൻ്റലി വില്ലിംഗ് ആയിട്ടിരിക്കുന്നത്. ഇനി വേൾഡിലത്തെ ടോപ്പ് കമ്പനീസ് ആയിട്ടുള്ള BCG, Bain, McKinsey, Big 4 ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് ഗ്ലോബലി ഉള്ള ടോപ്പ് 100 യൂണിവേഴ്സിറ്റീസിൽ നിന്ന് മാത്രമേ അവർ ഹയർ ചെയ്യത്തുള്ളൂ. അത് ചില കമ്പനീസിൻ്റെ HR പോളിസിയാണ്. റീസൺ നമ്പർ 3, ആക്സസ് ടു ദ വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ, റിസർച്ച് ആൻഡ് ഫാക്കൽറ്റി. ഒരു ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസിലെ റിസർച്ച് ഫെസിലിറ്റിയും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്കൊരു ലോ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അത് പ്രത്യേകിച്ച് STEM, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, AI, ഹെൽത്ത് കെയർ പോലുള്ള സെഗ്മെൻറ്റിലാണ്, റോബോട്ടിക്സ് പോലുള്ള സെഗ്മെൻറ്റിലാണ് ചിന്തിക്കുകയും വേണ്ട. ഇനി ഫാക്കൽറ്റിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നോബൽ പ്രൈസ് വിന്നേഴ്സും നോബൽ ല്യൂറേറ്റേഴ്സും അങ്ങനെയുള്ള റിസർച്ച് സെഗ്മെൻറ്റിൽ ഏറ്റവും ടോപ്പായിട്ടുള്ളതും വേൾഡ് വൈഡ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സും ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സും ഒക്കെ വരുന്നതും അവരുടെയൊക്കെ ഒരു സെഷൻ പോലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധ്യതയുള്ളത്. സോ തേർഡ് റീസൺ, ഐ ബിലീവ് ഇറ്റ് ഈസ് എവിഡൻറ്റ് വൈ ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ് ഈസ് എ മസ്റ്റ് ഫോർ യു. റീസൺ നമ്പർ 4, സ്ട്രോങ് അലുമിനി നെറ്റ്വർക്ക്സ് ആൻഡ് കരിയർ സർവീസസ്. സ്ട്രോങ് ആയിട്ടുള്ള അലുമിനി നെറ്റ്വർക്ക്സ് ഉള്ളത് ഹൈ റാങ്ക്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. ഈ സ്ട്രോങ് അലുമിനി നെറ്റ്വർക്ക്സ് പല ടോപ്പ് കമ്പനീസിൻ്റെയും ഡിസിഷൻ മേക്കേഴ്സാണ്. നിങ്ങൾക്ക് തന്നെ റിസർച്ച് ചെയ്യാം. ടോപ്പ് കമ്പനീസിൻ്റെ CEOs അല്ലെ CFOs അങ്ങനെ അല്ലെ പ്രൊജക്ട് മാനേജർ ലെവലിലുള്ളവരൊക്കെ കോമൺ ആയിട്ട് ഒരു സെറ്റ് ഓഫ് അല്ലെ റേഞ്ച് ഓഫ് യൂണിവേഴ്സിറ്റീസിൽ നിന്ന് വരുന്നവരായിരിക്കും. സോ അങ്ങനൊരു പൊസിഷനിലേക്ക് നമ്മൾ സ്വപ്നം കാണുന്നെങ്കിൽ ദെൻ ലോ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയെ പറ്റി ചിന്തിച്ചിട്ട് പോലും കാര്യമില്ല. ഇനി അത് മാത്രമല്ല, നമുക്കൊരു ജോബിന് ഒരു റെഫറൽ കിട്ടാനോ അല്ലെ ഈവൻ മെൻറ്റർഷിപ്പ് നമ്മുടെ കരിയറിൽ ഒന്ന് ഗൈഡ് ചെയ്യാനും, ഇനി അത് മാത്രമല്ല നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് വല്ലതും ഉണ്ട് അതിനൊരു ഫണ്ടിങ് കണ്ടെത്താനും ഒക്കെ തന്നെ ഈ ടോപ്പ് റാങ്ക്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള അലുമിനി അതുപോലെ അവിടുത്തെ നെറ്റ്വർക്ക് നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഹാർവാർഡ് ബിസിനസ് സ്കൂൾ അലുമിനി നെറ്റ്വർക്ക് മാത്രം ഏകദേശം 1 lakhന് മേളിലുള്ള നല്ല സ്റ്റാർട്ടപ്സിനെയാണ് ഫണ്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്തേക്കുന്നത്. സോ അതൊരു സ്റ്റാഗറിങ് സ്റ്റാറ്റ്സ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ലോ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എത്ര പേർക്ക് അങ്ങനൊരു ഫണ്ടിങ്, അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സപ്പോർട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. റീസൺ നമ്പർ 5, ബെറ്റർ സ്റ്റേ ബാക്ക് ആൻഡ് ഇമിഗ്രേഷൻ ഓപ്പർച്യൂണിറ്റീസ്. ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷന് വിദേശത്ത് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിൻ്റെ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പഠിക്കാൻ പോകുന്ന ഒരു 99% സ്റ്റുഡൻസിൻ്റെ ആഗ്രഹം പഠനത്തിന് ശേഷം നല്ലൊരു ജോലി കിട്ടി സെറ്റിൽഡ് ആവുക എന്നുള്ളതാണ്. ഇൻഫാക്റ്റ് നല്ലൊരു ജോലി കിട്ടി സെറ്റിൽ ആവാൻ വേണ്ടിയാണ് കോഴ്സ് പോലും എടുക്കുന്നത് ഈ 99%. എന്നാൽ ഈ ഇമിഗ്രേഷൻ ആ ഒരു കാര്യത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ മിക്കവാറും നല്ലൊരു സാലറി ത്രഷോൾഡ് മാൻഡേറ്ററി ആണ്. അതിന് ആ ഒരു സാലറി ത്രഷോൾഡ് സ്പോൺസർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന കമ്പനീസും വേണം. അതിപ്പം ഫ്രാൻസ്, ജർമ്മനി, UK, അയർലൻഡ് ഏത് കൺട്രി എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം തന്നെ ഈ സാലറി ത്രഷോൾഡ് മസ്റ്റാണ്. സോ ഈ ഹയർ സാലറി ത്രഷോൾഡിലേക്ക് ഓരോ കൺട്രിയും മൂവ് ചെയ്യും തോറും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയുടെ
ആവറേജ് ഒരു ഗ്രാജുവേറ്റ് സാലറി എത്രയാണെന്നും ലോ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയുടെ ഗ്രാജുവേറ്റ് സാലറി എത്രയാണെന്നും. ആവറേജ് ഗ്രാജുവേറ്റ് സാലറി ഒരു ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയുടെ എപ്പോഴും നമുക്കൊരു ഇമിഗ്രേഷന് വേണ്ട ഒരു സാലറി ത്രെഷോൾഡിൻ്റെ ലെവലിലോ അല്ലെ അതിനോ മേളിലോ ആയിരിക്കും. പ്രത്യേകിച്ച് നമുക്കൊരു ജോലി കിട്ടി ഒരു 2 വർഷത്തെ സ്റ്റേ ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഈ 1 or 2 ഇയേഴ്സിനുള്ളിൽ 30 to 50% നമുക്ക് ഇനിഷ്യലി കിട്ടുന്ന സാലറിയേക്കാളും ഹൈക്ക് ചെയ്ത് പോകാൻ നമുക്ക് തന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഇതിൽ നിന്ന് നിങ്ങൾ സ്വയം, നമുക്കെല്ലാം സ്വന്തമായിട്ട് ഇൻ്റലിജൻസ് ഉണ്ട്, ഇത് വേറെ എവിടുന്നെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നല്ല, സ്വന്തമായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനൊരു ഓപ്പൺ മൈൻഡ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് 100% വിശ്വാസയോഗ്യം ആകും എന്ന കാര്യത്തിൽ എനിക്ക് ഒരു ഡൗട്ടുമില്ല. നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്ന 2025 ആണ്. ഈ 2025 തൊട്ട് അങ്ങോട്ടൊരു 10 വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ എംപ്ലോയീസിനെ, അതായത് വർക്ക് ഫോഴ്സിനെ ഓരോ വർഷം കഴിയുന്തോറും ഓരോ കമ്പനീസിലും കട്ട് ഷോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. AI, ഡാറ്റ സയൻസ്, റോബോട്ടിക്സ് തുടങ്ങിയ ടെക്കിൻ്റെ ഇൻ്റഗ്രേഷൻ വരുന്നതോടുകൂടി ഹ്യൂമൻ റൊട്ടീൻ ജോബ്സ്, റൊട്ടീൻ മാത്രമല്ല AIക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെ റോബോട്ടിന് ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള ടാസ്കുകളെല്ലാം തന്നെ ഓട്ടോമേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ കഴിയുന്നതും കുറയ്ക്കുകയാണ്. കാരണം ഹ്യൂമൻ ബീയിങ്സിന് ഒരു 10 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 12 മണിക്കൂറിൽ കൂടുതൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹ്യൂമൻലി പോസിബിൾ അല്ല. ഹ്യൂമൻ ബീയിങ്സിന് പനി വരും, തലവേദന വരും, മൂഡ് സ്വിങ്സ് വരും, ഇമോഷണലി ഡൗൺ ആവും, ആരെങ്കിലുമൊക്കെ മരിക്കും, ഹെൽത്തിന് പ്രോബ്ലംസ് വരാം. പക്ഷേ റോബോട്ടിനും AIക്കും ഇതൊന്നും വരത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഒത്തിരി ലേ ഓഫുകളാണ് വേൾഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി നടന്നത് IBM HR റോളിൽ നിൽക്കുന്ന ഏകദേശം 7,000 to 8,000 പ്രൊഫഷണൽസിനെയാണ് ലേ ഓഫ് ചെയ്തത്. സോ കമ്പനീസ് നോക്കുന്നത് ക്വാളിറ്റി കാൻഡിഡേറ്റ്സിനെയാണ്, ക്വാണ്ടിറ്റി എല്ലാവരും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ക്വാളിറ്റി എവിടെ കിട്ടും എന്ന് കമ്പനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും കമ്പനിയുടെ കാര്യത്തിൽ അവർ റിസ്ക് എടുക്കില്ല. ദേ വിൽ ഗോ ഫോർ ദ ബെസ്റ്റ് എവിടെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ലോ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി പഠിക്കുന്നവരും ബെസ്റ്റായിട്ടുള്ളവരുണ്ടായിരിക്കും. ബട്ട് കമ്പനീസ് എന്തുകൊണ്ടാണ് ഹൈ റാങ്ക്ഡിൽ പോകുന്നത്? അവർക്കറിയാം ദേ ഗോട്ട് ദ ബെസ്റ്റ് ട്രെയിനിങ്, ദേ ഫോളോഡ് ദ ബെസ്റ്റ് കരിക്കുലം, അവരെ ഗൈഡ് ചെയ്യുകയും മെൻറ്റർ ചെയ്യുകയും ചെയ്തത് ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആണ്. അതുകൊണ്ട് ദേ ആർ ദി ബെസ്റ്റ് എന്ന് ഇവരങ്ങ് അനുമാനിക്കുകയാണ് ഈ കമ്പനീസ്. സോ ദാറ്റ് ഈസ് അനദർ ബോണസ് പോയിന്റ് വിച്ച് യു ഷുഡ് കൺസിഡർ. അതുമാത്രമല്ല, വിദേശത്തേക്ക് ഹയർ എഡ്യൂക്കേഷന് പോകുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു 95% സ്റ്റുഡൻസും എഡ്യൂക്കേഷൻ ലോണിനെ ആശ്രയിച്ചാണ് പോകുന്നത്. ഇത് ഒത്തിരി സ്റ്റുഡൻസ് എന്നോട് പേഴ്സണലി തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ കൊലാട്രൽ ഫ്രീ ആയിട്ട് ലോൺ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതിനുള്ളൊരു വഴിയും കൂടാണ് ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ്, പ്രത്യേകിച്ച് വേൾഡിലെ ടോപ്പ് 100, ഇനി ചില ബാങ്ക്സ് ആൻഡ് NBFCs 200 250 വരെയുള്ള റാങ്കിലുള്ള യൂണിവേഴ്സിറ്റീസിനും കൊലാട്രൽ ഫ്രീ ആയിട്ട്, അതായത് ഈടോ ആധാരോ ഒന്നും വെക്കാതെ തന്നെ നമുക്ക് നല്ല എമൗണ്ട് എഡ്യൂക്കേഷൻ ലോണായിട്ട് അവൈൽ ചെയ്യാൻ ഈസി പ്രോസസ്സിങ്ങിലൂടെ സാധിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സോ ഒരു ബാങ്ക് എങ്ങനെയാണ് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ സാമാന്യ ബുദ്ധിയോടുകൂടി ഒന്ന് ചിന്തിക്കുക. ബാങ്കിനറിയാം ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ഇന്ന ലെവലിലുള്ള ഒരു ജോലി കിട്ടാനാണ് സാധ്യതയുള്ളത്, ബേസ്ഡ് ഓൺ പ്രീവിയസ് സ്റ്റാറ്റ്സ്. സോ അങ്ങനെയുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന ഒരു സ്റ്റുഡൻറ്റിന് സ്വാഭാവികമായിട്ടും ആ ലെവലിലുള്ളൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. സോ അവർക്ക് കൊലാട്രൽ ഫ്രീ ആയിട്ട് ലോൺ കൊടുക്കും. ഇനി ഇന്ത്യയുടെ കേസ് എടുക്കുക, IITs, IIMs, അതുപോലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, ഇപ്പോൾ IIMസിലൊക്കെ ഒരു MBA എടുക്കണമെങ്കിൽ ആവറേജ് 25 lakh ഒക്കെയാണ് വരുന്നത്. സോ അതും കൊലാട്രൽ ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോഴാണ് നമുക്കിവിടെ 7 ലക്ഷം വരെയാണ് കൊലാട്രൽ ഇല്ലാണ്ട് ഏതൊരു സ്റ്റുഡൻറ്റിനും നോർമലി ഏത് പ്രോഗ്രാമിനും കിട്ടാൻ യോഗ്യതയുള്ളത്. പക്ഷേ അതുപോലും മിക്ക ബാങ്ക്സും 3 lakhും 4 lakhും കൊടുക്കുകയുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് മാനേജേഴ്സിന് തന്നെ ഉറപ്പില്ല ഈ സ്റ്റുഡൻറ്റിന് റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ടോ എന്ന്. ബട്ട് ഹൈ റാങ്കിങ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ആ റീപേയ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഹൈ ആണ്, ബേസ്ഡ് ഓൺ പ്രീവിയസ് സ്റ്റാറ്റ്സ്. കാരണം ഈ ബാങ്ക്സ് നോക്കുന്നൊരു കാര്യമുണ്ട്, ഇവിടെ നേരത്തെ പഠിച്ചവർ എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ ആവറേജ് ഗ്രാജുവേറ്റ് സാലറീസ് എത്രയാണ്. സോ അങ്ങനെയെങ്കിൽ ഈ പോകുന്ന സ്റ്റുഡൻറ്റിന് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനും അതുപോലൊരു റേഞ്ച് ഓഫ് സാലറി ഇന്നല്ലെങ്കിൽ നാളെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടിയാൽ ഇവൻ ലോൺ റീപേ ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം എഡ്യൂക്കേഷൻ ലോൺ, പ്രത്യേകിച്ച് കൊലാട്രൽ ഫ്രീ ആയിട്ടൊരു ലോൺ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനാണെങ്കിൽ പോലും ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി ഒന്നൊന്നര ഓപ്പർച്യൂണിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയിൽ ട്യൂഷൻ ഫീസ് കൂടുതലായിരിക്കും. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് എവിടെ പഠിച്ചാലും അതിൻ്റെ കൂടെ നമ്മൾ എംപ്ലോയബിലിറ്റി സ്കിൽസ് കൂടെ ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി 1 അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് തന്നെ നമുക്ക്
ഇതിനുവേണ്ടി മുടക്കിയ പൈസ നമുക്ക് ROI ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ജീവിതകാലം മൊത്തം നമ്മുടെ റെസ്യൂമയുടെ ടോപ്പിൽ ഒരു നെറ്റിപ്പട്ടം പോലെ ഈ യൂണിവേഴ്സിറ്റിയുടെ പേര് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും കമ്പനീസിൽ നിന്ന് നമുക്ക് ആഗ്രഹിക്കുന്ന കമ്പനീസിൽ അപ്ലൈ ചെയ്യാനും അവിടുന്ന് അക്സെപ്റ്റൻസ് കിട്ടാനുമുള്ള സാധ്യത ഹ്യൂജാണ്. 2 പോയിൻറ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഈ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം. ഈ ഒത്തിരി കൺസൾട്ടൻസി എന്നുള്ള സ്റ്റുഡൻസിനടുത്ത് കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു പോയിൻ്റാണ്, ഇപ്പം UK ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഇപ്പം സ്പെയിൻ അതുപോലെ ഫിൻലൻഡ് തുടങ്ങി ഒരു 2 വർഷമോ അതിന് മേളിലോ സ്റ്റേ ബാക്ക് ഉള്ള കൺട്രീസ്, കാനഡ പോലുള്ള കൺട്രീസിലാണെങ്കിൽ ഇവർ പറയുന്ന മേജർ ഒരു പോയിൻ്റാണ് 2 ഇയർ സ്റ്റേ ബാക്ക് അല്ലെ 3 ഇയർ സ്റ്റേ ബാക്ക്. ഇപ്പോൾ ഓസ്ട്രേലിയയൊക്കെ ആണെങ്കിൽ അപ് ടു 5 ഇയർ സ്റ്റേ ബാക്ക് ഉണ്ടല്ലോ. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് സ്റ്റുഡൻസിനെ ഇവർ ക്യാൻവാസ് ചെയ്യുന്നതെന്ന് തന്നെ പറയാം. കൺവിൻസിങ് അല്ല. ഇവർ പറയുന്നത് ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ലോ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസിലാണെങ്കിലും ഈ സ്റ്റേ ബാക്ക് എല്ലാം ഒരുപോലല്ലേ കിട്ടുന്നത്, നമുക്ക് ഒരേ ഓപ്പർച്യൂണിറ്റി ആണ് എന്നാണ് ഇവർ പറയുന്നത്. സോ ഞാൻ നേരത്തെ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് ചിന്തിച്ച് നോക്കുക. ഈ സ്റ്റേ ബാക്ക് കിട്ടുന്ന പീരീഡ് ഫലപ്രദമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു എൻവയോൺമെൻറ്റിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ വേണമെന്ന് വെച്ചാലും വേണ്ടെന്ന് വെച്ചാലും വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരിക്കും. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് കൂടെ പറയട്ടെ. ഒത്തിരി സ്റ്റുഡൻസ് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ജോബ്സ് ഇപ്പോൾ കിട്ടാനില്ലല്ലോ, ജോബ്സ് ടഫറാണല്ലോ, കോമ്പറ്റീഷൻ കൂടുതലാണല്ലോ, ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഒത്തിരി പേര് ജോബ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വസ്തുതാപരമായിട്ടൊന്ന് അന്വേഷിച്ച് നോക്കുക. ഈ സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈല് പറ്റിയാൽ ലിങ്ക്ഡിനിൽ കയറി തന്നെ അന്വേഷിക്കുക. ലിങ്ക്ഡിനിൽ കയറി കഴിഞ്ഞാൽ മിക്കവാറും ഇവർക്ക് പ്രൊഫൈൽ ഉണ്ടാകുമെന്ന് തന്നെ ഡൗട്ടാണ്. നിങ്ങൾ ഓപ്പണായിട്ടൊന്ന് അന്വേഷിക്കാൻ തയ്യാറാണെങ്കിൽ ഈ കംപ്ലൈനേഴ്സ് എന്ന് പറയുന്ന സ്റ്റുഡൻസ് 99% സബ്സ്റ്റാൻഡേർഡ് അല്ലെ വളരെ ലോ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഇനി ഒരു മിഡ് റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ ആ യൂണിവേഴ്സിറ്റിയുടെ ഫെസിലിറ്റീസ് ഒന്നും ആക്സസ് ചെയ്യാനോ അവൈൽ ചെയ്യാനോ മെനക്കെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു മിഡ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ജോലിയിൽ അവർ എത്തിപ്പെട്ടേനെ. ആശിച്ച ജോലിയിലൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ അത് കഴിവും കാര്യപ്രാപ്തിയുള്ള സ്റ്റുഡൻസിനെ കിട്ടത്തുള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എംപ്ലോയേഴ്സും ആഗ്രഹിക്കുന്ന റേഞ്ചിലുള്ള പെർഫോമൻസും ജോബ് ആട്രിബ്യൂട്ട്സും ഉള്ളവരെ അവർ ഹയർ ചെയ്യത്തുള്ളൂ. സോ ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്നും എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് 100% മനസ്സിലായിട്ടുണ്ടാവണം വൈ ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ എന്തുകൊണ്ടാണ് ഹൈലി റേറ്റഡ് പ്രോഗ്രാം, ആ ഒരു പ്രോഗ്രാം ഇതോടെ ഞാനിന്ന് എടുത്തു പറയാം. ഫോർ എക്സാമ്പിളാണ് UK തന്നെ എന്നാൽ ഗ്ലോബലി ടോപ്പ് ആയിട്ടൊരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബ്ര. ഗ്ലോബലി 22nd റാങ്കുള്ള യൂണിവേഴ്സിറ്റിയാണ്. എന്നാൽ AI ആൻഡ് ഡാറ്റാ സയൻസ് സെഗ്മെൻറ്റിൽ ഗ്ലോബലി 7th ആണ് റാങ്ക്. അതാണ് നോക്കേണ്ടത്, ഹൈലി റേറ്റഡ്. ഇനി ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബി സ്കൂൾസ് അല്ലെ അങ്ങനെയുള്ളതായിരിക്കും, അതൊന്നും ചിലപ്പോൾ റാങ്കിങ്ങിൽ വരണമെന്നില്ല. അവിടെ നോക്കേണ്ടത് ഫിനാൻഷ്യൽ ടൈംസ് റാങ്കിങ് ആണ്. ഈ ബി സ്കൂൾസ് ആണെങ്കിൽ അവിടുത്തെ അക്രഡിറ്റേഷൻ നോക്കുക. EFMD, IQUIS, AMBA, AACSB, CIMA, CMA, അങ്ങനെ തുടങ്ങി ഒത്തിരി അക്രഡിറ്റേഷൻസ് ഉണ്ട്. അപ്പം ഇത് നമ്മൾ വേണം ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഒരു കൗൺസിലറും ഒരു ലെവലിന് മേളിൽ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കില്ല. സോ ഇറ്റ് ഈസ് യുവർ ഫ്യൂച്ചർ. നമ്മൾ വേണ്ട രീതിയിൽ റിസർച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോലും കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ഇൻഡെപ്ത് ആയിട്ട് തന്നെ, ഇത് ഇച്ചിരി ലെങ്തി വീഡിയോ ആണ്, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം പലരും പറയുന്നു ഇനിയിപ്പോൾ വിദേശത്ത് പോയിട്ട് കാര്യമില്ല, ജോലിയില്ല, പോയവർ തന്നെ ജോലി ഇല്ലാണ്ട് കഷ്ടപ്പെടുന്നു, ലോൺ റീപേയ്മെൻറ്റിന് കുറച്ച് പേര് ബുദ്ധിമുട്ടുന്നു. ഈ കുറച്ച് പേര് എന്ന് പറയുന്നത് ഈ കാറ്റഗറിയിലുള്ളതാണ്. സോ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കുക. വൈകാരികമായിട്ടല്ല, ഇൻ്റലിജൻ്റ് ആയിട്ട് തന്നെ തീരുമാനം എടുക്കുക. ഇതിന് നമ്മുടെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, ആ സീരിയസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ മാത്രം, വി ഡോണ്ട് വർക്ക് വിത്ത് നേസേഴ്സ്, അതായത് എന്തെങ്കിലും എങ്ങനെയും ബിരിയാണി കിട്ടിയാലോ എന്ന് ആഗ്രഹിക്കുന്ന, കമ്മിറ്റഡ് ആണെങ്കിൽ മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ സജഷൻസോ, ഞാൻ മറ്റെന്തെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. സോ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് റൈറ്റ് നൗ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.